എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തം ജീവിത പങ്കാളിയെ ചതിച്ചിട്ട് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും തെറ്റായ കാര്യം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാനാവാത്ത ഒരു വഞ്ചന തന്നെയാണ്. എങ്കിലും പലരുടെയും പ്രത്യേക സിറ്റുവേഷനുകൾ മൂലം, സാഹചര്യം മൂലം ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ പെട്ടുപോവാറുണ്ട്, പണി കിട്ടാറുമുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുടെ ചില പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ജനറലൈസ് ചെയ്യരുത്. ഒരിക്കലും സ്ത്രീകളാരും ഇങ്ങനെയൊന്നും അല്ല. ഇത് ഞാൻ വളരെ ചെറിയ ശതമാനം സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുത്ത 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് സൗന്ദര്യ ഗുണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. പലരും മഞ്ഞക്കൂവയും വെള്ളക്കൂവയും ഒക്കെ പച്ചമരുന്ന് കടകളിൽ നിന്ന് പോലും വാങ്ങിയിട്ട് വഞ്ചിതരാകാറുണ്ട്. പലരും അവരെ പറ്റിക്കാറുണ്ട്. അപ്പോൾ പലർക്കും ഇന്നും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഏതാണെന്ന് തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വേണ്ടവർ വേഗം തന്നെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളും അവിഹിത ബന്ധത്തിലെ തൻ്റെ കാമുകന് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. പലപ്പോഴും ഈ വിവാഹമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷന് വേണ്ടിയിട്ട് സ്ത്രീകൾ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കാറില്ല. സ്വന്തം സേഫ്റ്റി നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ വിവാഹശേഷം ഇതുപോലെയുള്ള ഒരു അവിഹിത ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു അവിഹിത ബന്ധത്തിലെ കാമുകിന് വേണ്ടിയിട്ട് അവരെന്ത് റിസ്ക്കും എടുക്കും. അത് പലതും 100% മണ്ടത്തരങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യം ആ ഒരു കാമുകിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യോ ഇത് മണ്ടത്തരമാണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും, അവർക്കിങ്ങനെ പലരും അവരുടെ ഫ്രണ്ട്സൊക്കെ വാണിംഗ് കൊടുത്താൽ പോലും അവർ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അവർക്ക് നല്ല പണി കിട്ടുകയും ചെയ്യുമെന്നാണ്. ഉദാഹരണത്തിന് ചില സ്ത്രീകളൊക്കെ അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻകം സോഴ്സ് ഇല്ലെങ്കിൽ പോലും തൻ്റെ കാമുകൻ ആവശ്യപ്പെടുകയാണ്, അവന് കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സ്ത്രീ എന്താണ്, ലോൺ എടുത്തിട്ട് വരെ ഈ പറഞ്ഞ കാമുകന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് അവസാനം ഈ കാമുകൻ കൈ മലർത്തും, അവൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. അവസാനം ഈ ലോൺ തിരിച്ചടയ്ക്കാൻ വയ്യാതെ ഈ സ്ത്രീ കുടുങ്ങിപ്പോവും. പിന്നീട് ഈ ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ തന്നെ ബാങ്കുകാർ വീട്ടിൽ വരും. അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് എല്ലാവരും അറിയുകയും ചെയ്യും. ആ സ്ത്രീ അങ്ങനെ നാണം കെടാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കേസുകളും ഉണ്ടാകാറുണ്ട്. കാരണം സ്ത്രീകൾ അങ്ങനെ ഒരുപാട് റിസ്ക് ഈ പറഞ്ഞ ഒരു കാമുകന് വേണ്ടിയിട്ട് എടുക്കാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ മന്ദാകിനി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടാൽ അറിയാം. അതിൽ ഒരു കാമുകൻ, ഒരു പൂവാലനുണ്ട്. അവനിങ്ങനെ പെൺകുട്ടികളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ലൈൻ അടിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ലൈൻ അടിക്കുന്നു, അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത പെൺകുട്ടിയെ ലൈൻ അടിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളോട് അവൻ കുറേ കഥകളൊക്കെ പറയും. അതായത് അവരോട് ഒരുപാട് സെൻറ്റി അടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചെടുക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ വീട്ടിൽ അപ്പന് വയ്യ, അമ്മയ്ക്ക് വയ്യ, അല്ലെങ്കിൽ പെങ്ങൾ അസുഖമായിട്ട് കിടക്കുന്നു, അപ്പോൾ ചികിത്സിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സെൻറ്റി അടിച്ച് കഴിയുമ്പം ഈ സ്ത്രീ എന്താണ്, അവളുടെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ അവളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഇവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. എന്നിട്ട് അവൻ മറ്റ് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ ഇവൻ വേറെ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ കാശ് മേടിച്ചിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയ പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അവനിങ്ങനെ കാശ് മറിക്കുന്നു, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ കാശ് കൊണ്ട് ഇവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ സ്ത്രീകൾ അറിയുന്നില്ല. അവർ ഈ കാമുവിന് വേണ്ടിയിട്ട് കെണിയിലാകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളുടെയും പിന്നിൽ വളരെ പരാജിതനായിട്ടുള്ളൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് വിവാഹശേഷം പല ഭർത്താക്കന്മാരും ഭാര്യയെ വല്ലാണ്ടങ്ങ് അവഗണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ഭാര്യയെ ഒരു അടിമയെപ്പോലെയാണ് കാണുന്നത്. ഇനി ഇവളെങ്ങും പോകത്തില്ല, എൻ്റെ കീഴിൽ ഇങ്ങനെ കടന്നോളും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളോട് എന്തും ചെയ്യാം, അവളെ ഞാൻ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഭർത്താക്കന്മാർ ഈ സ്ത്രീക്ക് യാതൊരു കെയറും കൊടുക്കത്തില്ല, യാതൊരു സ്നേഹവും അവളോട് പ്രകടിപ്പിക്കത്തില്ല. സ്നേഹപ്രകടനത്തിൽ വിശ്വസിക്കുന്നവരാണ് സ്ത്രീകൾ. മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. കാരണം അവർ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്, ഒരുപാട് ഇമോഷണലായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സ്നേഹപ്രകടനം അവർക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പല ഭർത്താക്കന്മാരും വളരെ മുരടന്മാരാണ്. അവരവരുടെ ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് നടക്കുന്നു, ഭാര്യയെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. പല ഭാര്യമാരും കംപ്ലയിൻറ്റ് പറഞ്ഞ വിവാഹശേഷം ഒരു സിനിമയ്ക്ക് പോലും ഈ ഭർത്താവ് കൊണ്ടുപോയിട്ടില്ല. അയാളുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ അയാൾക്ക് സമയമുണ്ട്, അവരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, ഇനി അവരുടെ ഫാമിലിയായിട്ട് ടൂർ പോകാൻ സമയമുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യേനെ ഒരിക്കലും എങ്ങും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അവൾ എന്നും ഈ വീട്ടിൽ 24 മണിക്കൂർ ഇരുന്നിരുന്ന് അങ്ങ് മടുക്കുകയാണ്, മനസ്സങ്ങ് മടുത്തു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആരും ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനില്ല. അങ്ങനെ
ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ചേട്ടന്മാർ വന്നിട്ട് ഇവൾ ആഗ്രഹിച്ച ആ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കും. അതും തുടക്കത്തിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവളെന്താണ് ഓർക്കുന്നത്, ആ ഹസ്ബൻഡ് തരാത്ത മെൻ്റൽ സപ്പോർട്ട് ഇതാ ഇവൻ തന്നു. അങ്ങനെ ആ ഒരു പുരുഷനെ കയറി സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൾ പോലും അറിയാതെ ഈ ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിലൊക്കെ പോയി ചാടുന്നത്. പലർക്കും അങ്ങനെ ഒരു ശാരീരിക ബന്ധത്തിനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല അങ്ങനെ പോകുന്നത്. ഈ ഭർത്താവ് ആ ഒരു കെയറും സപ്പോർട്ടും കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരും ചിലപ്പോൾ ആ രീതിയിൽ ഈ ഒരു സ്ത്രീയോട് വളരെ അവഗണനയോടെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീകൾ മനം മടുത്ത് ഇങ്ങനൊരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ അതൊരു കെണിയാണെന്ന് അവർ അറിയുന്നില്ല. കാരണം പിന്നീട് ഈ പറഞ്ഞ ആദ്യമേ മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത പുരുഷൻ പിന്നെ ഒരു സപ്പോർട്ടും കൊടുക്കത്തുമില്ല. ആദ്യമേ കാണിച്ച സ്നേഹവും ഈ പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച സമയം ഒന്നും പിന്നെ ഇവൻ കൊടുക്കത്തില്ല. അപ്പോൾ ആകപ്പാട് ഈ പെൺകുട്ടി പെട്ടുപോകും. പിന്നെ ഇവൻ്റെ ആ ഒരു ഇച്ചിരി സമയത്തിന് വേണ്ടിയിട്ട് അവൾ കെഞ്ചി പിന്നെ ഈ ഒരു കാമുകൻ്റെ പുറകെ നടക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പല കേസുകളിലും, എല്ലാ കേസുകളിലും അല്ല, ചില കേസുകളിൽ ഭർത്താവ് വളരെ നന്നായിട്ട് സ്നേഹിച്ചിട്ടും ചതിച്ചിട്ട് പോകുന്ന ഭാര്യമാരുണ്ട്. എന്നാലും ഭൂരിപക്ഷം കേസുകളിലും സംഭവിക്കുന്നത് ഭർത്താവ് എന്ന നിലയിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് പലപ്പോഴും പല സ്ത്രീകളുടെ അവിഹിതത്തിന് കാരണമെന്നുള്ളതാണ്. കാരണം അയാളൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ, അല്ലെ ആ സ്ത്രീയെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാനോ ഒരു മാനസിക ഉല്ലാസത്തിനോ ഒക്കെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ സ്ത്രീ ജീവിതകാലം മുഴുവൻ അയാളെ സ്നേഹിച്ച് അവിടെ കിടന്നുകൊണ്ടേനെ. പക്ഷേ അയാളത് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും അങ്ങനെ ഭർത്താക്കന്മാരുടെ ആ ഒരു കഴിവുകേട് കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും അങ്ങനെ അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് പോലും. ഇനി മൂന്നാമതായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളും സ്വന്തം ഭർത്താവിനെ കഴിഞ്ഞും 10 ഇരട്ടി കൂടുതൽ സ്വന്തം അവിഹിത കാമുകനോട് അറ്റാച്ച്ഡ് ആവും, അല്ലെങ്കിൽ 10 ഇരട്ടി കൂടുതൽ അവിഹിത കാമുകനെ സ്നേഹിക്കും, അവന് ഹൃദയം കൊടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം പല ഭർത്താക്കന്മാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് വീട്ടു സാമാനങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ കടമയെല്ലാം തീർന്നെന്നുള്ളതാണ്. വീട്ടിലോട്ടുള്ള കുറച്ച് അരിയും കുറച്ച് ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ആവശ്യമായ കുറച്ച് ഡ്രസ്സും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് എന്ന നിലയിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് പലരും. പക്ഷേ പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ ഭർത്താവ് എൻ്റെ അടുത്തിരുന്ന് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അവൾക്ക് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, അവൾ അനുഭവിക്കുന്ന ടെൻഷനുകളുണ്ടായിരിക്കും. ഇതൊന്നും കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ഇതൊന്ന് പറയാൻ, അവളുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ ആരുമില്ല. എപ്പോഴും ഒരുപക്ഷെ ഈ ഭർത്താവ് വളരെ ദേഷ്യത്തോടു കൂടിയായിരിക്കും പെരുമാറുന്നത്. ഒട്ടും റൊമാൻറ്റിക്കായിട്ട് പെരുമാറാത്ത ഹസ്ബൻഡ്സ് ഉണ്ട്. മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പുരുഷന്മാർ പലപ്പോഴും ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ സ്നേഹിക്കാൻ പോകുന്നത് അവരോടുള്ള ദിവ്യപ്രണയം കൊണ്ടൊന്നുമല്ല, അവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ്. കാരണം ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഈ പുരുഷൻ്റെ തലയിലാവില്ല എന്ന് അവനറിയാം. അവൾക്ക് വേറെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ തലയിലാവില്ല, തനിക്ക് സേഫാണ്, തൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ഈ ഒരു പുരുഷൻ ചിന്തിക്കുന്നു. എന്നല്ല ഈ ഒരു അവിഹിത ബന്ധത്തിന് പോകുന്ന പുരുഷന് അവൻ്റെ കുടുംബവും കുട്ടികളും തന്നെയായിരിക്കും വലുത്. അവൻ്റെ ഭാര്യ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അത് ഉപേക്ഷിച്ചിട്ടൊന്നും ആവണമെന്നില്ല അവൻ ഈ പറഞ്ഞ പോലെ പുതിയൊരു സ്ത്രീയെ തേടി പോകുന്നത്. കാരണം അവന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട അവൻ്റെ ബയോളജിക്കൽ നീഡ്സാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ത്രീക്ക് ആവശ്യം അവളുടെ മെൻ്റൽ നീഡ്സിനെ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു മെൻ്റൽ സപ്പോർട്ട് തേടിയാണ് അവൾ വരുന്നത്. തന്നെയുമല്ല, തൻ്റെ ഭർത്താവിനെ തൻ്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ആ സ്ത്രീക്ക് പലപ്പോഴും ഈ ഒരു മറ്റൊരു പുരുഷൻ്റെ പിന്നാലെ പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുരുഷൻ ആവശ്യത്തിന് മെൻ്റൽ സപ്പോർട്ടും കെയർ സ്നേഹമൊക്കെ കൊടുക്കുമ്പോൾ ഇവനോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ തൻ്റെ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ച് ഇയാളുടെ കൂട്ടത്തിൽ പോകാൻ ആ സ്ത്രീ പലപ്പോഴും തയ്യാറാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി നാലാമതായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളും സ്വന്തം നിലയും വിലയും മറന്നിട്ട്, സ്വന്തം സ്റ്റാൻഡേർഡ് മറന്നിട്ട് തങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരുപാട് ലോവർ ആക്കാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ്. അതായത് ഈ ഒരു അവിഹിത കാമുകൻ വല്ലാത്ത ലോ സ്റ്റാൻഡേർഡിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ സ്റ്റാൻഡേർഡിനൊപ്പിച്ച് തൻ്റെ ആ ഒരു ലെവലും എത്തിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹത്തിന് മുമ്പാണ് ഈ പെൺകുട്ടികൾ തന്നെ കഴിഞ്ഞ് ഒരുപാട് ഉയരത്തിലുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുക. സമ്പത്ത് കൊണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടായിക്കൊള്ളട്ടെ, എല്ലാം കൊണ്ടും തനിക്ക് ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു പുരുഷനെയാണ് സ്ത്രീകൾ എപ്പോഴും നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ് നല്ല സ്റ്റാൻഡേർഡുള്ള പുരുഷനെയാണ് സ്ത്രീകൾ പലപ്പോഴും നോക്കുന്നത്. പക്ഷേ ഈ വിവാഹശേഷം ഇങ്ങനൊരു അവിഹിത ബന്ധമൊക്കെ വരുമ്പോൾ നേരെ തിരിച്ചാണ്. കാരണം അവിഹിത ബന്ധത്തിൽ ഈ പുരുഷൻ്റെ സ്റ്റാൻഡേർഡ് ഒന്നും സ്ത്രീ നോക്കത്തില്ല. ഇവനാണെങ്കിൽ ആ സ്ത്രീയുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടാകത്തില്ല. ചിലപ്പോൾ വളരെ കച്ചറ സ്വഭാവമുള്ളവരായിരിക്കും, ചിലപ്പോൾ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളായിരിക്കും. എങ്കിലും ഈ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട കാമുകന് സ്വന്തം മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റാൻഡേർഡ് എന്താണോ അതൊരു വല്ലാത്ത ലോ സ്റ്റാൻഡേർഡാണ്, കച്ചറ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് സ്വന്തം സ്റ്റാൻഡേർഡിനെ ഇവർ താഴ്ത്തിക്കളയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം നിലയും വിലയും ഈ കാമുകന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ പലപ്പോഴും നഷ്ടപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളും താൻ സ്നേഹിക്കുന്ന അവിഹിത ബന്ധത്തിലെ കാമുകൻ്റെ ശരിയായ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാറില്ല. അതും അല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാറില്ല. അവൻ ആരാണ്, എന്താണ്, ഇതൊന്നും അവർ വെരിഫൈ ചെയ്യാതെ കണ്ണുമടച്ച് അന്ധമായിട്ട് അവരെ വിശ്വസിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാമുകൻ പറയുന്ന 70% കാര്യങ്ങളും കല്ല് വെച്ച നുണകളായിരിക്കും. അതൊക്കെ ഈ ഒരു സ്ത്രീ കണ്ണുമടച്ച് വിശ്വസിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഈ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കത്തൊന്നുമില്ല. എല്ലാം വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് അവർ പലപ്പോഴും ഒരു വിവാഹബന്ധത്തിനൊക്കെ തയ്യാറാവുന്നത് പോലും. പക്ഷേ
ഇങ്ങനെ ഈ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും വെരിഫൈ ചെയ്യാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ്. അല്ലെ അവൻ്റെ പേര്, ഊര്, അവൻ്റെ നാട്, അല്ലെ അവൻ്റെ ഒരു ID കാർഡ് പോലും ഈ ഒരു സ്ത്രീ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവനെ സ്നേഹിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൻ ആരാണ്, ഇവൻ്റെ പേര് പോലും കറക്റ്റാണോ എന്ന് ഈ സ്ത്രീക്ക് അറിയത്തില്ല. ഇനി ഇവൻ എവിടെയാണ് താമസിക്കുന്നത്, നാളെ ഇവൻ മുങ്ങോ, ഇതൊന്നും ഈ സ്ത്രീക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പലരും കയറി ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടാണ് ഈ പുരുഷൻ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഈ ഒരു സ്ത്രീക്ക് പണി കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഒരു ചൊല്ല് തന്നെയുണ്ട്, ഡോണ്ട് മേക്ക് എ ഫൂൾ ഓഫ് യുവർ സെൽഫ് ബൈ ബീയിങ് ഫെയ്ത്ത്ഫുൾ ടു സംവൺ ഹൂ ഈസ് നോട്ട്. അതായത് സ്വന്തം പങ്കാളിയെ ചതിച്ചിട്ട് നിങ്ങളുമായിട്ട് അവിഹിത ബന്ധത്തിന് വരുന്ന ഒരാളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവർ നിങ്ങളോട് വിശ്വസ്തത പുലർത്തും എന്ന് ചിന്തിച്ച് സ്വയം വിഡ്ഢികളാകരുതെന്ന്. ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് കൂട്ടരും സ്വന്തം പങ്കാളിയെ ചതിച്ചിട്ട് വരുന്നവർ തന്നെയാണ്. എങ്കിലും ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളും അല്ലെങ്കിൽ പല പുരുഷന്മാരും പ്രതീക്ഷിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്ന ഈ പങ്കാളി, അവിഹിത ബന്ധത്തിലെ ഈ ഒരു കാമുകൻ അല്ലെങ്കിൽ കാമുകി എന്നോട് 100% വിശ്വസ്തത കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിശ്വസ്തത കാണിക്കാതെ വരുമ്പോൾ അവർ ഇരുന്ന് മോങ്ങും, അയ്യോ അവരെന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിഹിത ബന്ധത്തിൽ തീർച്ചയായിട്ടും അവിഹിത ബന്ധം ഒരു ട്രാജഡിയാണ്. തന്നെയുമല്ല അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രതീക്ഷിക്കുന്ന വിശ്വസ്തത കിട്ടത്തില്ല. കാരണം സ്വന്തം പങ്കാളിയെ ചതിച്ചിട്ടില്ല അവർ നിങ്ങളുടെ കൂടത്തി അങ്ങനെ ഒരു ബന്ധത്തിന് വരുന്നത്. അപ്പോൾ അവരൊരിക്കലും നിങ്ങളോടും വിശ്വസ്തത പാലിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഈ രീതിയിലുള്ള ബന്ധങ്ങളിൽ കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടാം. നന്ദി.